ഹായ് ഡിയേഴ്സ്, നവംബർ 23 3:29 പുലർച്ചെ 3:30 ആട്ടോ സമയം. ഞങ്ങൾ എണീറ്റിരിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ദുബായ് റണ്ണിന് പോകാനാണ്. ദുബായ് ഫിറ്റ്നസ് ചാലഞ്ചിൻ്റെ ഭാഗമായിട്ട് എല്ലാ വർഷവും ദുബായ് റണ്ണ് നടത്താറുണ്ട്. അപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ ഫാമിലി ആയിട്ട് ദുബായ് റണ്ണിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പോകുന്നത്. എല്ലാ പ്രാവശ്യവും ഞങ്ങൾ രജിസ്റ്റർ ചെയ്യാറുണ്ട്, പക്ഷേ പല കാരണങ്ങൾ കൊണ്ട് നടക്കാറില്ല. ഇപ്രാവശ്യം ഞങ്ങൾ രജിസ്റ്റർ ചെയ്ത് ടീഷർട്ടും ബിബും ഒക്കെ കളക്ട് ചെയ്തതുകൊണ്ട് തന്നെ ഞങ്ങൾ എന്തായാലും ഇപ്രാവശ്യം പോകണമെന്ന് പ്ലാൻ ചെയ്തിരുന്നു. അങ്ങനെ ഞങ്ങളിത് എല്ലാവരും റെഡിയായി സെറ്റായിട്ടുണ്ട്. എല്ലാവരും ഒരുപോലെ ഇങ്ങനെ ഡ്രസ്സൊക്കെ ഇട്ട് കാണുന്ന ഒരു രസമാണല്ലോ. ദുബായ് റണ്ണിന് നമ്മൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യണമെങ്കിൽ രജിസ്ട്രേഷൻ നിർബന്ധമാണ് കേട്ടോ. രജിസ്റ്റർ ചെയ്തവർക്കൊക്കെ ടീഷർട്ട് കിട്ടുന്നതാണ്. ഇനി അഥവാ കിട്ടിയില്ലെങ്കിലും രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ 4:15 ആയപ്പോഴാണ് പോയത്. അപ്പോൾ ഞാൻ എല്ലാ മിററിലും നിർത്തി ഫോട്ടോ എടുപ്പിക്കുന്നത്. എല്ലാവരും കൂടി ഒരേ ഡ്രസ്സിൽ കാണുമ്പോൾ ഒരു രസമാണല്ലോ. അപ്പോൾ പുലർച്ചെ 4 മണി ആയതുകൊണ്ട് തന്നെ ഭയങ്കര ഇരുട്ടാണെന്ന് മനസ്സിലാവുമല്ലോ. ഇപ്പോൾ വിൻ്ററും കൂടി ആയതുകൊണ്ട് 6:30 ആവും വെളിച്ചം വയ്ക്കാൻ. 6:30 ആവണം കേട്ടോ ദുബായ് റണ്ണ് സ്റ്റാർട്ട് ചെയ്യാൻ. പക്ഷേ ദുബായ് റണ്ണിന് മെട്രോ സ്റ്റേഷനൊക്കെ ഭയങ്കര റഷ് ആയിരിക്കും എന്നുള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾ കുറച്ച് നേരത്തെ പോകണം. ഞങ്ങൾ കറാമയിൽ വണ്ടി പാർക്ക് ചെയ്തിട്ട് ബുർജുമാൻ മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് പോകുന്നത്. മെട്രോ സ്റ്റേഷനിൽ എത്തിയപ്പോൾ തന്നെ ദുബായ് റണ്ണിൻ്റെ വൈബ് അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. സ്കൂൾ വിട്ട പോലെയായിരുന്നു എല്ലാവരും ഒരേ യൂണിഫോമിൽ. പിന്നെ മക്കൾക്ക് കെട്ടാൻ ഇതുപോലെ ഒരു വാച്ചും നമ്മുടെ പേരും നമ്പറൊക്കെ എഴുതിയിട്ട് അവരുടെ കയ്യിൽ കെട്ടിക്കൊടുക്കണം. കുട്ടികളെ മിസ്സായാലൊക്കെ വേണ്ടിയിട്ടാണ്, അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ വാട്ടർ ബോട്ടിൽസും പിന്നെ നമുക്ക് അങ്ങോട്ടുള്ള വേ ഒക്കെ കാണിച്ചു തരാൻ വേണ്ടി ഇഷ്ടം പോലെ വളണ്ടിയേഴ്സ് എല്ലായിടത്തും നിൽക്കുന്നുണ്ട് കേട്ടോ. പിന്നെ എല്ലാ രീതിയിലുള്ള സേഫ്റ്റി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചർ ഓഫ് ദി മ്യൂസിയത്തിൻ്റെ അവിടെ നിന്നാണ് ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2 ട്രാക്കാണ്, 5 കിലോമീറ്ററിനും 10 കിലോമീറ്ററിനും. ഫാമിലിക്കും സ്ട്രോളർ യൂസ് ചെയ്യുന്നവർക്കൊക്കെ 5 കിലോമീറ്റേഴ്സാണ് ചൂസ് ചെയ്യേണ്ടത്. 10 കിലോമീറ്റേഴ്സിൽ എന്തായാലും എല്ലാവരും ജോഗിങ്ങും റണ്ണിങ്ങും ചെയ്യുന്നവരായിരിക്കും. അപ്പോൾ 6:30 ആയപ്പോഴേക്കും അത്രയും ആൾക്കാരായിട്ടോ. ദുബായ് റണ്ണ് കഴിഞ്ഞ് വന്നപ്പോഴാണ് അതിന് 3,07,000 ആൾക്കാർ ഇതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തു എന്ന് പറഞ്ഞത്. ശരിക്കും ഒരു ഷോക്ക് തന്നെയാണ് കേട്ടോ. ഓരോ വർഷവും ദുബായ് റണ്ണ് റെക്കോർഡ് തകർത്തുകൊണ്ടിരിക്കുകയാണെന്ന് ന്യൂസിൽ കണ്ടു. കാരണം അത്രയും ആൾക്കാർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തവർ എന്തായാലും ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നാട്ടോ ഞാൻ പറയാം. കാരണം അതൊരു വേറെ വൈബ് തന്നെയാണ്. ഷെയ്ഖ് സായിദ് റോഡിൽ നടക്കാനും വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനും സാഹസികതകൾ കാണിക്കാനും പറ്റിയൊരു അവസരം കൂടിയാണ് നമ്മുടെ ദുബായ് റണ്ണ്. ശരിക്കും ദുബായ് നമ്മളെ എപ്പോഴും അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റി കൂടിയാണ്. വി ലവ് ദുബായ്. ഞങ്ങൾ ശരിക്കും ദുബായ് റണ്ണ് നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പോൾ 1 സിറ്റി 1 ഗോൾ ദുബായ് റൺ. നെക്സ്റ്റ് വ്ളോഗുമായി കാണാം. താങ്ക് യു.